ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. തൊട്ടടുത്തുള്ളൊരു നഴ്സറിയിലേക്ക് പോവുകയാണ് നമ്മൾ. നഴ്സറിയിൽ നിന്ന് നമ്മളെല്ലാവരും ചെടികൾ വാങ്ങൂല്ലേ? അപ്പോൾ നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് എൻ്റെ ചെടികൾ ഇങ്ങനെ ഭംഗിയായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നതെന്ന്. അതങ്ങനെ ഹെൽത്തി ആയിട്ടും ഭംഗിയായിട്ടും ഇരിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തുടക്കം മുതൽ ശ്രദ്ധിക്കണം. അതായത് ചെടി സെലക്ട് ചെയ്യുമ്പോൾ മുതൽ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നഴ്സറിയിൽ വെച്ചിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെ ചെടികളാണ് ഉള്ളതെന്ന് നമുക്ക് കാണാം. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ചെറിയൊരു സെക്ഷൻ ഉണ്ട്, കുറേ ചെമ്പരത്തികളുണ്ട്, പിന്നെ എൻ്റെ അടുത്ത് ഉള്ള കുറേ ചെടികളും ഇവിടെ ഉണ്ട്. പക്ഷെ അത് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാറെന്നും പറഞ്ഞുതരാം. നമുക്ക് ചെടികൾ ഏതൊക്കെയെന്ന് കാണാം. ആദ്യം ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷൻ നോക്കാം. ഇൻഡോർ പ്ലാന്റ് കാറ്റഗറിയിൽ അഗ്ലോണിമ ഉണ്ട്, ഫിലഡെൻഡ്രോൺ ഉണ്ട്, അതേപോലെ സെയ്സി പ്ലാന്റ് ഉണ്ട്, ബ്ലാക്കും ഉണ്ട്, ഗ്രീനും ഉണ്ട്, പിന്നെ കുറച്ച് ഫേൺസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ ഈ അഗ്ലോണിമ ഗ്രൂപ്പിൻ്റെ അഗ്ലോണിമ പിങ്കിൽ നിന്നൊരു പ്ലാന്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് അതിൽ കുറേ തൈകളുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യണം വേണ്ടത്. അപ്പോൾ കുറേ തൈകളുള്ള ഒരു പ്ലാന്റ് ഉണ്ട്, കണ്ടോ, ഇതിൽ 3 എണ്ണം കാണാനുണ്ട്. പക്ഷേ ഇത് സെലക്ട് ചെയ്യണ്ട, കാരണം ഇത് അത്ര ഹെൽത്തി അല്ല. അതിന് ലീഫിനൊക്കെ കളറും ഒന്നും ശരിയല്ല, ഒരു ആരോഗ്യമില്ലാത്ത ലീഫ്, ചുരുണ്ട ലീഫാണ്. നേരെ മറിച്ച് ഇത് നോക്കൂ, ഇതിൽ ഒറ്റ ചെടിയേ ഉള്ളൂ, എന്നാലും നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഈ പ്ലാന്റ് സെലക്ട് ചെയ്യാൻ കാരണം എന്താ അറിയോ, ഇതിൽ കൂടുതൽ ലീഫുണ്ട്, എല്ലാ ലീഫും നല്ല ഹെൽത്തിയാണ്. ഇവിടെ കണ്ടോ ഒരു പുതിയ ബ്രാഞ്ചും വരുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ബുഷിയാവും. ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഒരാഴ്ച വെച്ച് ഒന്ന് റീപോട്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഫെർട്ടിലൈസ് ചെയ്താൽ ഇത് നല്ല ഭംഗിയായിട്ട് വരും. നേരെ മറിച്ച് വളരെ ചെറിയ ചെടി ആരോഗ്യമില്ലാത്തതിനെ ഹെൽത്തിയാക്കി വരുന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭംഗിയാക്കാൻ പറ്റും. അപ്പോൾ ഈ ടൈപ്പ് അഗ്ലോണിമ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇതിൽ കുറേ ലീഫിന് ഡാമേജ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡാമേജുള്ള ലീഫുകളില്ലാത്ത പ്ലാന്റിനെ സെലക്ട് ചെയ്യുക. വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇതന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ലീഫൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ചെടിയെ ഹെൽത്തി ആക്കി കൊണ്ടുവരണം. അപ്പോൾ അത് ബുഷിയായിട്ട് വരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയമെടുക്കും. അല്ല നേരെ മറിച്ച് നല്ല ലീഫുകളുള്ളത് ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഭംഗിയായിട്ട് വന്നോളും. ഇവിടെ അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റിൻ്റെ 4 പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം നല്ല ഹെൽത്തിയാണ്. ഈ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിക്കുകയാണ്. ഇതിലൊക്കെ കണ്ടോ ലീഫൊക്കെ ഒന്ന് ചുരുണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാ ലീഫും നല്ല ഹെൽത്തിയാണ്, നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് കലഞ്ചോ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ അറിയോ, നമ്മളുടെ ക്ലൈമറ്റിലേക്ക് അത് അത്ര ഇങ്ങോട്ട് ഭംഗിയാവാറില്ല. കണ്ടോ, ഇവിടെ നഴ്സറിയിൽ ഇരിക്കുന്നത് തന്നെ അത്ര ഹെൽത്തി അല്ല. ഇതങ്ങനെ സക്സസ് ആവുന്നത് കണ്ടിട്ടില്ല. നാടൻ വെറൈറ്റികൾ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇതാ ഇവിടെ കുറച്ച് CC പ്ലാന്റിൻ്റെ കളക്ഷൻ ഉണ്ട്. ഈ വലിയ ചട്ടികളിലൊക്കെ ഉള്ള 3 എണ്ണത്തിന് 340 റേറ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിലത്തെ ഏറ്റവും ഹെൽത്തി. ഇത് രണ്ടും കണ്ടോ പെയിലായിട്ടുണ്ട്, ക്ലോറോഫിൽ ഡെഫിഷ്യൻസി ഉണ്ട് തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ പ്ലാന്റ് സെലക്ട് ചെയ്യരുത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള കാരണം കൊണ്ട് ഇതിന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇത് വേഗം മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി നമ്മൾ ഫെർട്ടിലൈസ് ചെയ്താൽ ഇത് നല്ല ഭംഗിയായിട്ട് വേഗം വളരും. പിന്നെ കണ്ടോ ഇവിടെ ഒരു ബ്ലാക്ക് CC ഉണ്ട്. ഈ ബ്ലാക്ക് CC കുറച്ച് റെയറാണ്, അതിനെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ആകെ 2 എണ്ണമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ഒരെണ്ണം ഞാൻ എടുത്തു ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഗിഫ്റ്റ് ചെയ്തു. അത് ഇത്രയും വലിപ്പമുണ്ടായിരുന്നു, ഈ വലിപ്പമുണ്ടായിരുന്നു. അതെനിക്ക് 350 കിട്ടി. ഇതിനും അതേ റേറ്റാണ്. ഇത് അത്ര വലിപ്പമില്ല, അത്ര ഹെൽത്തി അല്ല തോന്നാത്തതുകൊണ്ട് ഇതിനെടുക്കാൻ തോന്നുന്നില്ല. ഇവിടെ കുറച്ച് സക്കുലൻസും അതേപോലെ കാക്ടസൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിലൊരു ഇംഗ്ലീഷ് ഐവി ഉണ്ടായിരുന്നു, നേരത്തെ ഞാനത് വാങ്ങിയിട്ട് പോയി. അതിവിടെ ഇരുന്നിട്ട് തന്നെ പതുക്കെ നാശാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെ രക്ഷിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി. എനിക്കും അതിൻ്റെ കെയർ അറിയാഞ്ഞിട്ടൊന്നുണ്ട്, എൻ്റെ അടുത്തുനിന്ന് അത് ഫുള്ള് നാശമായിപ്പോയി. ഇപ്പോൾ പിന്നെ ഈ സെക്ഷനിൽ ഞാൻ ഒരെണ്ണം എടുക്കാറില്ല. എനിക്കതിൻ്റെ കെയർ ഒന്നും പഠിക്കാത്ത കാരണം കൊണ്ടേ ഒരു കോൺഫിഡൻസ് ഇല്ല. ഇത് കണ്ടോ, ഇത് നല്ല തിക്കായി വരും. തിക്കായി വന്നാൽ നല്ല ഭംഗിയാണ്. പുതിന ഇലയുടെ പോലത്തെ ലീഫാണ് ഇതിന്, കണ്ടോ.
ഇത് എൻ്റെ കയ്യിലുള്ള കാരണം കൊണ്ട് ഞാൻ ഇതിനെടുക്കുന്നില്ല. പക്ഷെ ഞാൻ വേറെ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ടോ, വാൻഡറിങ് ജ്യൂ. അത് എൻ്റെ കയ്യിലില്ലാത്തൊരു വെറൈറ്റിയാണ്. ഇതുണ്ടോ, ഗ്രീനും വൈറ്റും കൂടെ. ഇത് ശരിക്കും പർപ്പിളും ഒരു ഗ്രേ കളറും കൂടെ വരുന്നത് എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കാണിച്ചതേ, ഇത് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കില്ല. ഇത് കണ്ടോ, ഈ പ്ലാന്റ് ഒരു കപ്പിലല്ലേ ഇരിക്കണേ. പല ചെടികളും ഇങ്ങനെ കപ്പിലാണെന്ന് നമ്മൾ അറിയില്ല. ഇതുപോലെ കവറിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ നന്നായി അത് നല്ല ചട്ടിയിലൊക്കെ പോട്ട് ചെയ്യും. പക്ഷേ ചെടി വലുതാവുന്നതിനനുസരിച്ച് ഇതിൻ്റെ വേരും ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി ആ ചെടി പതുക്കെ പതുക്കെ നാശാവുകയാണ് പതിവ്. ചെമ്പരത്തി ചെടികൾ പ്രത്യേകിച്ചും അത് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി ഇതത്ര പെട്ടെന്ന് ഡീകമ്പോസ് ആയി പോവില്ല. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ കപ്പ് ഉണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ആ കപ്പിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നടണം. എന്നാൽ പിന്നെ ചെടി പിടിച്ച് കിട്ടിയാൽ അത് പോവില്ല. അല്ലെങ്കിൽ പതുക്കെ 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 അത് ഭംഗി കുറഞ്ഞ് നാശമായി പോകും. ഇവിടെ കുറേ ചെടികൾ കാണാനില്ലേ. ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ പഴയത് ഇങ്ങടെ ഒരു ബാക്കിലേക്ക് മാറ്റുന്നതാണ്. അതിൻ്റെ ഇടയിലൊരു ഫേണിനിരിക്കുന്നത് കാണാനുണ്ട്. അത് നമുക്ക് വില കുറഞ്ഞ് കിട്ടുമെന്നൊന്ന് നോക്കി നോക്കാം. അതിൻ്റെ വിലയൊന്ന് ചോദിച്ചു നോക്കാം. അതൊരു ഫേണല്ലേ? ആ ഫേണിന് എന്താ വില എന്നറിയാനായിരുന്നു. ആ മാറ്റി വെച്ച് എന്നാ അത് എന്നാ ഡിസ്കൗണ്ടിൽ തരൂ. ഇതിൻ്റെ റേറ്റ് ഒന്നും ഇപ്പോൾ ഇതിൽ കാണാനില്ല. 170 എന്നാണ് അവർ പറയുന്നത്. ഇത് റേറ്റ് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. അവിടെ കുറച്ച് റോസിൻ്റെ കളക്ഷൻ ഉണ്ട്. വൈറ്റും റെഡും പീച്ചൊക്കെ കാണാനുണ്ട്. റോസ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. ഇതാ ഇത്രയാണ് റോസസ് ഉള്ളത്. ഉണ്ടോ, ഇത് നല്ല റെഡാണ്. ഇത് അത്യാവശ്യം ഹെൽത്തിയാണ്. ഇതിലൊക്കെ പൂക്കളൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പൂവുണ്ട് വിചാരിച്ചിട്ട് നമ്മൾ ആ പ്ലാന്റ് സെലക്ട് ചെയ്യല്ല വേണ്ടത്. ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് ഉള്ള ഒരു പ്ലാന്റ് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി വേറൊരു കാര്യം കാണിക്കാം. ഈ പ്ലാന്റ് നോക്കൂ. ഇത് കണ്ടോ, ഇതാണ് ബഡ് ചെയ്തത്. ഇതാണ് ബഡ് ചെയ്ത ബ്രാഞ്ച്. പക്ഷേ ഇവിടെ ഒരു പുതിയ ബ്രാഞ്ച് വന്നത് കണ്ടോ, ഇതിൻ്റെ അടിയിലേക്ക് ബഡ് ചെയ്തതിൻ്റെ അടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ബ്രാഞ്ച് വളരാൻ തുടങ്ങിയാൽ ഇത് പതുക്കെ നാശമായി പോകും. അപ്പോൾ ഇങ്ങനെ അഥവാ വരുന്നത് കണ്ടാൽ അപ്പം തന്നെ നമ്മളതിനെ കട്ട് ചെയ്ത് കളയണം. ഇതിനെ വളരാൻ സമ്മതിക്കരുത്. ഇത് വളരാൻ തുടങ്ങിയാൽ പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് കുറഞ്ഞ് ഇത് ഉണങ്ങിപ്പോവാണ് ചെയ്യാറ്. അപ്പോൾ ഇതിനെ വളരാൻ സമ്മതിക്കരുത്. അതാണ് ശ്രദ്ധിക്കാനുള്ളത് ബഡ് റോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ്. ഇവിടെ വാട്ടർ ലില്ലി ഉണ്ട്, ലോട്ടസ് ഉണ്ട്, പല ടൈപ്പ് വാട്ടർ ലില്ലി ഉണ്ട്. അത് 350, 400 റേഞ്ച് മുതലുള്ള 3000 വരെ ഉള്ളതുണ്ട്. ഇത് 3000 എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പൂവിനൊരു പ്രത്യേകത പറഞ്ഞത് എന്താ അറിയോ, പിങ്ക് ബോർഡർ വരുന്നത്. വൈറ്റിൽ പിങ്ക് ബോർഡറാണ് അതിൻ്റെ പൂവിന്. മൊട്ടുകളുണ്ട്, 2 പൂ വിരിഞ്ഞു കഴിഞ്ഞതുകൊണ്ട്. പോട്ടിലെ വാട്ടർ ലില്ലി കണ്ടോ, അതിൻ്റെ കൂടെ ഒരു തവളയുണ്ട്. ഇതിന് വാങ്ങുമ്പോൾ അതിനെയും ഫ്രീ കിട്ടുമെന്നാവും. ഇത് കണ്ടോ, വാട്ടർ പോപ്പിയാണ്. അതിൽ കണ്ട് പൂവൊക്കെ ഉണ്ട്, പൂ വാടി വരുന്നു. ഇതാ നിറച്ച് മുട്ടകളുണ്ട്. ഇവിടെ പുതിയൊരു വാട്ടർ പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ കാണാത്തത് ഒരെണ്ണമാണ്. ജപ്പോണിക്ക എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞത്. ഇത് കണ്ടോ, ഇത് നല്ല ഫ്ലവേഴ്സൊക്കെ കാണാനുണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല. നിങ്ങളിത് കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ആരെടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തത് ചെമ്പരത്തിയുടെ സെക്ഷനാണ്. ഇവിടെ 2 ലൈനായിട്ട് പല കളർ ചെമ്പരത്തികൾ വെച്ചിട്ടുണ്ട്. ചെമ്പരത്തി നമ്മൾ പറഞ്ഞ പോലെ പൂവുള്ളത് സെലക്ട് ചെയ്യുമ്പോഴേ നമുക്കത് ഏതാണ് കളറെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ എപ്പോഴും കൂടുതൽ ബ്രാഞ്ചുള്ള പൂവുള്ള ഒരു ചെടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കളർ ചെമ്പരത്തി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പോട്ടിലാവും, ചിലപ്പോൾ കവറിലാവും. നമ്മളതെന്തായാലും റീപോർട്ട് ചെയ്യണം. ഒരാഴ്ച വീട്ടിൽ അങ്ങനെ വെച്ച് അതിനെ റീപോർട്ട് ചെയ്യുമ്പോൾ ഈ കവറ് അല്ലെങ്കിൽ പോട്ട് മാറ്റിയിട്ട് അതിനെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് ആ വെള്ളത്തിൽ വെക്കുക. അപ്പോൾ ഈ മണ്ണ് മുഴുവൻ അലിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ചെറിയ കപ്പ് കാണാം. ആ കപ്പിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നട്ടിട്ടില്ലെങ്കിൽ ചെമ്പരത്തി ചെടി പതുക്കെ പതുക്കെ നാശമായി പോകും. നമ്മളിതിങ്ങനെ കാണുമ്പോൾ നല്ല ഹെൽത്തിയാണ്. ഇത് ഇളക്കാതെ നമ്മൾ വേറൊരു പോട്ടിലേക്ക്, വലിയ പോട്ടിലേക്ക് റീപ്ലാന്റ് ചെയ്യും ചിലപ്പോൾ അതിനെ. അങ്ങനെ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അത് ചെടി പതുക്കെ പതുക്കെ അതിൻ്റെ ഭംഗി കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ കുറേ ചെടികൾ അങ്ങനെ ഞാനത് എടുക്കാതെ പിന്നെയാണ് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു മുന്നേ. പിന്നെയാണ് അത് അങ്ങനത്തെ ഇതെല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഇതുണ്ടെന്ന് മനസ്സിലായത്. ഇപ്പോൾ ഞാനിത് ചെടിയൊന്ന് നമ്മളിത് ഇങ്ങനെ റീപോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് വാടും. അപ്പോൾ അത് തണലത്ത് വെച്ച് കൊടുക്കണം. എന്തായാലും വെയിലത്ത് വെക്കരുത്. ഒരു 2 ആഴ്ച അതിന് നല്ല ഷെയ്ഡിൽ വെച്ചിട്ട് അതിൽ നന്നായി സെറ്റായി കഴിഞ്ഞിട്ടാണ് പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കാവൂ. ചെമ്പരത്തി ചെടിക്ക് പൂവ് ഉണ്ടാവണമെങ്കിൽ നല്ല വെയിൽ വേണം. അപ്പോൾ അതിൽ പിടിച്ചു കഴിഞ്ഞിട്ട് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും.
ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്. ചെമ്പരത്തിക്കൊക്കെ ശരിക്കും ഫുൾ സൺ വേണം. പക്ഷേ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമുള്ള വെയിൽ കൊണ്ടാൽ പൂവിൻ്റെ വക്കൊക്കെ ഇങ്ങനെയാവും. അപ്പം അതിനെന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പൂ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇവിടെ കണ്ടോ ഹാങ്ങിങ് പോട്ട്സിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതിങ്ങനെ സ്പൈറലായിട്ട് ഹാങ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഞാനിങ്ങനത്തെ പ്രിഫർ ചെയ്യാറില്ല. കാരണം ഇതിൽ വളരെ കുറച്ച് മണ്ണേ കൊള്ളുകയുള്ളൂ. നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമേ അത് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും നമ്മളൊരു പണി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഭംഗി പോകണത് എനിക്കിഷ്ടമല്ല. അത് കാരണം ഞാനിങ്ങനത്തെ പ്രിഫർ ചെയ്യാറില്ല. പലർക്കും ഇത് ഇഷ്ടമാണ് തോന്നുന്നുണ്ട്. കുറച്ച് ദിവസം അത് നല്ല ഭംഗിയായിട്ടിരിക്കും. സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം, അത് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കുറഞ്ഞ് വന്നാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് വൃത്തികേടാവും. ഇവിടെ ഓക്സാലിസ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട്. നോക്കൂ, നിറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു വെറൈറ്റി കാണാനുണ്ട്. അതിനാണ് കൂടുതൽ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് തോന്നിക്കുന്നത്. ഇത് നോക്കൂ, ഇതിനൊന്നുകൂടെ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ഉണ്ട് ഇതിൻ്റെ ലീവ്സിന്. പക്ഷേ ഇത് അതുപോലെ ബുഷി ആയിട്ടല്ല, ഒരു നീണ്ട ഒരു ചെടിയാണ്. സ്ലിം ആയിട്ടുള്ള ടോളായിട്ടുള്ളൊരു ചെടിയാണ്. ഇത് കുറേ പോട്ടിലിരിക്കുന്നുണ്ട്. അതിനൊക്കെ സീഡും ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഗൻവില്ലയുടെ സെക്ഷൻ കാണാം. ഇവിടെ അധികം പൂക്കളൊന്നും ആയിട്ടില്ല. പക്ഷെ ഇത് നോക്കൂ, ഇത് വേരിഗേറ്റഡ് ബോഗൻവില്ലയാണ്. ഇതിൻ്റെ ലീഫിനാണ് പ്രത്യേകത. പൂക്കളില്ലെങ്കിലും നല്ല ഭംഗിയാണ്, വൈറ്റും ഗ്രീനും കൂടെയുള്ള ആ കോമ്പിനേഷൻ. ബാക്കിയുള്ളതിലൊക്കെ പൂക്കൾ തുടങ്ങുന്നേ ഉള്ളൂ. ഇതിനെ സെലക്ട് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല. ഇഷ്ടമായാൽ അതെടുക്കുക, പോവുക, അത്രയേ ഉള്ളൂ. കെയർ ചെയ്യാനും എളുപ്പമാണ്. പക്ഷേ ആകെയുള്ള പ്രശ്നം ഈ സീസണിൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ ആ സമയത്ത് അത് സമ്മറിൽ നല്ല ഭംഗിയാണ് ഗാർഡൻ കാണാൻ. ഇതൊരു 8-10 പോട്ട് നമ്മൾ എടുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗാർഡൻ നല്ല കളർഫുൾ ആവും. അപ്പോൾ ഇന്ന് 2 പ്ലാന്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റും അതേപോലെ വാൻഡ്രിങ് ജൂൻ്റെ ഒരു വൈറ്റ് കളറുള്ള ഒരു പ്ലാന്റും. പ്ലാന്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതും അതേപോലെ കൂടുതൽ ബ്രാഞ്ചസ് അല്ലെങ്കിൽ തൈകളുള്ള ഇത് വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ. ചെമ്പരത്തിയോ അല്ലെങ്കിൽ റോസ് പോലെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ എത്ര കണ്ട് ബ്രാഞ്ച് ഉണ്ടോ അത്രയും ഭംഗിയായിട്ട് അത് വളരും. നേരെ മറിച്ച് എഗ്ലോണിമ പോലെയുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ബേബി പ്ലാന്റ് കൂടുതലുള്ളതുണ്ടെങ്കിൽ, ഹെൽത്തി ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള ലീഫുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉള്ളത് ചൂസ് ചെയ്യുക. അത്രയാണ് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ പോയി പേ ചെയ്യട്ടെ.